മാക്കുമെന്നുള്ളത് കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ചെറുതന ചുണ്ടൻവള്ളത്തിൽ നാട്ടകം ബോട്ട് ക്ലബ്ബ് തുഴയുന്നത് കാണാനാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ സന്തോഷ് കുമാർ അവറുകളാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. സാക്ഷരതയുടെ നാടാണ് കോട്ടയം, സംസ്കാരത്തിൻ്റെ നാടാണ്. ഇത്തവണ വള്ളംകളിയുടെ ജലരാജാക്കന്മാരുടെ നാടായി കോട്ടയം മാറാൻ പോവുകയാണ്. ചെറുതന ചുണ്ടനിലൂടെ കോട്ടയം നാട്ടകം ബോട്ട് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ ചുറുചുറുക്കോടുകൂടിയുള്ള ഒരു പറ്റം യുവാക്കളാണ് ഈ മത്സരവേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇത്തവണ നെഹ്റു ട്രോഫി മത്സരത്തിൽ വിജയിയാകണമെന്നുള്ള നിലയിലുള്ള മത്സരത്തിലേക്ക് കടക്കാൻ പോകുകയാണ്. ഇവിടെ നമ്മുടെ കൊടുവൂരാറിൽ ഇപ്പോൾ അതിൻ്റെ മത്സരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ശുഭകരമായ രീതിയിലേക്കാണ് അതിൻ്റെ പ്രതീക്ഷ നൽകുന്ന തരത്തിലേക്കുള്ള ഒരു പരിശീലനവും ആ പരിശീലനത്തോടനുബന്ധിച്ചുള്ള ട്രെയിനിങ്ങുമാണ് ഞങ്ങളുടെ തുഴക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. തുഴക്കാർ കേരളത്തിലെ മറ്റാരേക്കാളും മികവുള്ളവരായി മാറുമെന്ന് നെഹ്റു ട്രോഫി മത്സരം കഴിയുമ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും മനസ്സിലാകുന്ന തരത്തിലേക്ക് വിജയക്കൊടി പാറിക്കാൻ പറ്റുമെന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. തീർച്ചയായും ഇത്തവണ നെഹ്റു ട്രോഫി നാട്ടകം ബോട്ട് ക്ലബ്ബ് കരസ്ഥമാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മുൻപ് പലപ്പോഴും നമ്മൾക്ക് ഇത് നിസ്സാര കാര്യങ്ങളുടെ പേരിൽ നിസ്സാരമായിട്ടുള്ള അകലത്തിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ അകലം നഷ്ടപ്പെടാതിരിക്കാൻ വളരെ കരുതലോടുകൂടിയാണ് ഇത്തവണ ട്രെയിനിങ് നടക്കുന്നത്. ഇവിടെ ഒരുപറ്റം ചെറുപ്പക്കാരടക്കമുള്ളവർ കഴിഞ്ഞ കുറേ നാളുകളായി ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് 29ഓളം തുഴക്കാരും 5 അമരക്കാരും 9ഓളം നിലയാളുകളും ഉറപ്പിച്ചിരിക്കുന്ന ഒരു മത്സരവേദിയിലേക്ക് ചെറുതന ചുണ്ടനുമായി കടന്നു വരികയാണ്. ആ ചെറുതന ചുണ്ടൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ ഈ വള്ളംകളി മത്സരത്തിൽ ഒരു പുത്തൻ അഴക് പോലെ എല്ലാ വർഷവും ജലാശയങ്ങളിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുണ്ടനായി ചെറുതന നിൽക്കുക. ആ ചെറുതന ചുണ്ടനിലൂടെ നമ്മൾ കോട്ടയം നാട്ടകം ബോട്ട് ക്ലബ്ബ്, കോട്ടയം നഗരസഭയുടെ പ്രദേശത്തുള്ള നാട്ടകം ബോട്ട് ക്ലബ്ബ് തന്നെ ഇത്തവണ ഈ ട്രോഫി കരസ്ഥമാക്കുമെന്നുള്ളത് കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞങ്ങൾ അത് വിജയക്കൊടി പാലിച്ച് പുറകോട്ട് പോകുകയുള്ളൂ എന്ന് ഇവിടെ സൂചിപ്പിക്കുക. ഞങ്ങളുടെ അനുഭവപരിചയമുള്ള ആളാണ് ഇതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നത്. അദ്ദേഹം ചെറുതനച്ചുണ്ടൻ നാട്ടകം എന്നുള്ള പരീക്ഷയാണ്. ഞങ്ങൾക്ക് ചെറിയ സമയം കൊണ്ടാണ് ഞങ്ങൾ ടീം സെറ്റ് ചെയ്തത്. അതിന് 19 ദിവസത്തെ ട്രയലേ ഉള്ളൂ. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. നല്ലൊരു ടീം സെറ്റായി. നല്ല ടൈമിംഗ് നാളെ ട്രാക്ക് എൻട്രിയാണ് നമ്മുടെ ടൈമിംഗ് വെച്ചിട്ട് ഈ വെള്ളിക്കപ്പ് നാട്ടകത്തേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലേയേഴ്സാണ് ഞങ്ങളോടുള്ളത്. അതുകൊണ്ട് അവർ കട്ടയ്ക്ക് കൂടെ ഇരുന്ന് ഈ വെള്ളിക്കപ്പ് ചെറുതനയ്ക്കും നാട്ടകത്തിനും സമർപ്പിക്കുമെന്നാണ് അവർ എന്നോട് ഉറപ്പ് തന്നിരിക്കുന്നത്. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടകം ബോട്ട് ക്ലബ്ബ് നെഹ്റു ട്രോഫി മത്സരത്തിൻ്റെ കളത്തിലേക്ക് ഇറങ്ങുന്നത്. ചെറുതന ചൂണ്ടനാവട്ടെ കുടുംബത്തിൽ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടതിൻ്റെ പാരമ്പര്യമുണ്ട്. ഈ 10 വർഷത്തിനുള്ളിൽ മത്സരത്തിൻ്റെ ഗതിയും രീതിയും സ്വഭാവവും ഒക്കെ മാറി. എങ്കിലും ചെറുപ്പത്തിൻ്റെ വീറും വാശിയും വള്ളത്തിൻ്റെ അഴകും മെഴുകും ഒത്തിണങ്ങിയാൽ നെഹ്റു ട്രോഫി മത്സരത്തിൽ ഇത്തവണ കപ്പ് നാട്ടകത്തിനാണെന്നുള്ളത് ഉറപ്പാണ്. ജിത്തു